കോവിഡിൻ്റെ വാക്സിൻ എടുത്താണ് എൻ്റെ കുഞ്ഞ്. BHMന് പഠിക്കുന്ന സ്റ്റുഡൻ്റ് ആയിരുന്നു അവൾ. വാക്സിൻ എടുത്ത് 2 ദിവസം കഴിഞ്ഞപ്പോൾ അവളുടെ ബ്രെയിനിൽ ഇൻഫെക്ഷൻ ഉണ്ടായി. ആ ഇൻഫെക്ഷൻ്റെ ഫലമായിട്ട് അവളുടെ എക്സാം എഴുതിക്കൊണ്ടിരുന്ന എക്സാം ഹാളിൽ അവൾ തളർന്ന് വീണ് സംസാരശേഷിയും പോയി, ഒരു സൈഡ് പാരലൈസ്ഡും ആയിപ്പോയി. അവിടെ നിന്നിട്ട് നേരെ ഞങ്ങൾ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയപ്പോൾ അവർ പറഞ്ഞു ഈ ലക്ഷക്കണക്കിന് ആൾക്കാരിൽ വരുന്ന ഒരുതരം ഗ്ലയോബ്ലാസ്റ്റോമ എന്ന് പറയുന്ന ഗ്രേഡ് 4ൽപ്പെട്ട 4th സ്റ്റേജിൽപ്പെട്ട ട്യൂമർ എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഡോക്ടേഴ്സ്മാരെല്ലാം പറഞ്ഞു പ്രതീക്ഷിക്കണ്ട, ഇനി കുഞ്ഞിനെക്കുറിച്ച് നിങ്ങൾ പ്രതീക്ഷിക്കുകയൊന്നും വേണ്ട, നിങ്ങൾക്ക് ഈ ഒരു അസുഖത്തിന് 1 വർഷം മാത്രമേ കാലാവധി ഉള്ളൂ, അതിനപ്പുറം ഈ കുഞ്ഞ് ജീവിച്ചിരിക്കത്തില്ല എന്ന് പറഞ്ഞു. എന്നിട്ട് അവർ ബയോപ്സി എടുത്തിട്ട് നേരെ ഞങ്ങൾ ആ ഹോസ്പിറ്റലിൽ നിന്ന് ആ സമയത്തൊരു 49,000 രൂപ കൊടുത്ത് മോൾക്കൊരു കീമോ കൊടുത്തായിരുന്നു. ആ കീമോയിൽ അവളുടെ മൊത്തത്തിലുള്ള സംസാരശേഷി നഷ്ടപ്പെട്ടു പോയി. അവിടുന്ന് ഞങ്ങൾ ശ്രീചിത്ര ട്രിവാൻഡ്രം മെഡിക്കൽ കോളേജിനകത്തുള്ള ശ്രീചിത്രയിൽ ന്യൂറോയിൽ കൊണ്ടുപോയപ്പോഴത്തേക്ക് അവർ പറഞ്ഞു ഈ ബയോപ്സി നോക്കട്ടെ, ഞങ്ങൾ ബയോപ്സി ഒന്ന് ചെക്ക് ചെയ്ത ശേഷം കുഞ്ഞിൻ്റെ കാര്യം പറയാമെന്ന് പറഞ്ഞു. അങ്ങനെ അവർ ബയോപ്സി നോക്കിയപ്പം പറഞ്ഞു ഞങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല, CNSനകത്താണ്, ഫുൾ നെർവ്സിനെയും കൺട്രോൾ ചെയ്യുന്നതിൻ്റെ അകത്താണ്, അപ്പോൾ കുഞ്ഞിൻ്റെ കാര്യത്തിൽ ഞങ്ങൾക്കൊന്നും പറയാനില്ല എന്ന് പറഞ്ഞു. അവിടുന്ന് ഞങ്ങളെ RCCയിലേക്ക് വിട്ടു. RCC പോയപ്പോൾ ഡോക്ടർ എന്നെ വിളിച്ച് അടുത്തിരുത്തിയിട്ട് പറഞ്ഞു, അമ്മേ ഈ അസുഖത്തിൻ്റെ സീരിയസ് മനസ്സിലാക്കണം, ഞങ്ങൾ ഈ ഡോക്ടേഴ്സ്മാർക്ക് ഞങ്ങൾക്ക് നേരെ നിങ്ങളോട് ഇത് തുറന്നു പറഞ്ഞേ പറ്റത്തുള്ളൂ എന്ന് പറഞ്ഞു. അപ്പോൾ എന്നെ പിടിച്ച് അടുത്തിരുത്തിയിട്ട് ഡോക്ടർ പറഞ്ഞു ഇന്ന കുഴപ്പങ്ങൾ ഈ അസുഖത്തിനുണ്ട്, ഈ അസുഖം വന്നവരാരും അധികം ജീവിച്ചിരുന്നിട്ടില്ല, അപ്പോൾ ഞങ്ങൾ സർജറി ചെയ്യാൻ പറ്റുമെങ്കിൽ ഞങ്ങൾ സർജറി ചെയ്യും, പക്ഷേ നിങ്ങൾ ഗ്യാരണ്ടി ഒന്നും ഈ കാര്യത്തിൽ ഇല്ല എന്ന് പറഞ്ഞു. അങ്ങനെ ഡോക്ടർ വന്ന് ബയോപ്സിയുടെ റിസൾട്ട് എല്ലാം നോക്കിയിട്ട് പറഞ്ഞു സർജറി ചെയ്യാൻ, അവിടെയും അത് തന്നെ പറഞ്ഞ് സർജറി ചെയ്യാൻ പറ്റില്ല, നമുക്ക് റേഡിയേഷനും കീമോയിലും കൂടി നോക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ 33 റേഡിയേഷനും 95 കീമോ 1 വയലും ബാക്കിയെല്ലാം ടാബ്ലറ്റുമായിട്ടാണ് കുഞ്ഞിന് കൊടുത്തത്. അപ്പം ഏകദേശം അവൾക്ക് ഇത്രയും ഭാഗം തന്നെ മുടിയുണ്ടായിരുന്നു. അപ്പം ഈ കുഞ്ഞിനെ അവിടെ മുട്ടയടിച്ചിട്ടേ കൊണ്ടുപോകാൻ പറ്റുള്ളൂ. അവളെ ഏറ്റവും വലിയൊരു വീക്ക്നെസ് എന്ന് പറയുന്നത് മുടിയായിരുന്നു. അപ്പോൾ ഈ ബാർബർ ഷോപ്പിൽ നിന്ന് ആളെ വിളിച്ചപ്പോൾ അയാൾക്കും വെട്ടാനൊരു സങ്കടം, അയാളിങ്ങനെ മെടഞ്ഞിട്ട മുടിയെ അറുത്ത് ഫുള്ളായിട്ട് എടുത്തിട്ട് പിന്നെ അവൾക്ക് എന്ത് ചെയ്യണമെന്നറിയില്ല. അവളുടെ മുടി പോയപ്പോൾ അവളുടെ ഏറ്റവും സങ്കടം, അവൾ കരഞ്ഞത് തന്നെ അവളുടെ മുടി പോയതിലായിരുന്നു ഏറ്റവും കൂടുതൽ. ഇത്രയും കീമോയും റേഡിയേഷനും ഒക്കെ എടുത്തെങ്കിലും അവൾക്ക് സഹിക്കാവുന്നതിനപ്പുറമായിരുന്നു ഈ മുടി മുറിച്ച് മാറ്റുക എന്ന് വെച്ചാൽ. അപ്പോൾ ഞാൻ പല സ്ഥലത്തും പോയപ്പം പറഞ്ഞു ഇനി ഈ കുഞ്ഞ് ഇരിക്കത്തില്ല, നിങ്ങൾക്ക് കിട്ടത്തില്ല, കോമയിൽ കിടക്കുന്ന ഒരു കുഞ്ഞിനെയാണോ നിങ്ങൾക്ക് ആവശ്യം. എല്ലാവരും മനസ്സ് എത്രത്തോളം നമ്മളെ മരവിപ്പിക്കുന്ന രീതിയിലായിരുന്നു അവരുടെയൊക്കെ സംസാരം. കിട്ടത്തില്ല, കുഞ്ഞിനെ കിട്ടത്തില്ല. ഒരു അമ്മയ്ക്ക് ഒരിക്കലും സഹിക്കാൻ പറ്റാത്തൊരു കാര്യം.